ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ലാലേട്ടന്റെ വരാനായി ഇരിക്കുന്ന ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സുകളാണ്. എല്ലാ ബോക്സ് ഓഫീസ് റെക്കോർഡുകളും തിരുത്തി കുറിച്ചുകൊണ്ട് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കിക്കൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ലാലേട്ടന്റെ തുടരും എന്ന ചിത്രം. അപ്പോ ലാലേട്ടന്റെ അടുത്ത ചിത്രങ്ങളുടെ അപ്ഡേറ്റ്സിൽ ആദ്യം നമ്മൾ നോക്കുന്നത് സത്യനന്ദിക്കാട് ലാലേട്ടൻ കൂട്ടുകെട്ടിൽ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹൃദയപൂർവ്വം എന്ന ചിത്രത്തിന്റെ അപ്ഡേറ്റ്സുകളാണ്. ചിത്രത്തിന്റെ ചിത്രീകരണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ലാലേട്ടന്റെയും സത്യനന്ദിക്കാടിന്റെയും ഒക്കെ തമാശകൾ നിറഞ്ഞ നിമിഷങ്ങൾ നിറഞ്ഞ ഫോട്ടോസുകൾ അണിയറ പ്രവർത്തകർ ഷെയർ ചെയ്യുന്നുണ്ട്. ഇതൊക്കെയാണ് ഹൃദയപൂർവ്വത്തിന്റെ സെറ്റിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്ന ചിത്രങ്ങൾ. മാസ് ലുക്കിൽ ലാലേട്ടൻ ചിരിച്ച് സന്തോഷത്തോടെ സംവിധായകൻ സത്യനന്ദിക്കാടുമായി ടൈം സ്പെൻഡ് ചെയ്യുന്ന ഫോട്ടോസുകളൊക്കെയാണ് ഇപ്പോ അപ്ഡേറ്റ്സുകളായി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ തുടരും എന്ന ചിത്രത്തിന് ശേഷം പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. അപ്പോ ചിത്രത്തിനെ കുറിച്ചുള്ള കൂടുതൽ അപ്ഡേറ്റ്സുകൾ ഉടനെ വരും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം. അടുത്തായിട്ട് വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് സംവിധായകൻ കൃഷാന്തിന്റെ സംവിധാനത്തിൽ ലാലേട്ടന്റെ ഒരു ചിത്രം ഒരുങ്ങും എന്നുള്ള അപ്ഡേറ്റ്സുകൾ വരുന്നുണ്ട്. അത് ഷെയർ ചെയ്തത് മറ്റാരുമല്ല, നമ്മുടെ മണിയൻപിള്ള രാജുവാണ്. ഈ അപ്ഡേറ്റ്സ് പുറത്തുവിട്ടുകൊണ്ടുള്ള അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ നമുക്ക് ആദ്യം ഒന്ന് കാണാം. ചെയ്യാൻ പോകുന്നത് പുതിയ പ്രോജക്റ്റ് ചെയ്യാൻ പോകുന്നത് കൃഷാന്ത് ഡയറക്ട് ചെയ്യുന്ന ഒരു മോഹൻലാൽ പടമാണ്. അതിന്റെ സബ്ജക്റ്റിന്റെ ഒന്നാം റൗണ്ട് ഡിസ്കഷനൊക്കെ കഴിഞ്ഞു. കാര്യം ഇപ്പോഴത്തെ ഒരു സിനിമ കാണുന്ന ആൾക്കാർ എന്ന് പറഞ്ഞാൽ 18 വയസ്സ് തൊട്ട് 45 വയസ്സുള്ളവർക്ക് മുൻതൂക്കം പറയണം. അവർക്ക് ഈ കൃഷാന്തിന് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ഇപ്പം മോഹൻലാൽ തന്നെ പുതിയ ഡയറക്ടേഴ്സിൻ്റെ കൂടെ വന്നില്ല. അപ്പം പുതിയ ഞാൻ പറഞ്ഞില്ല, എപ്പോഴും നമ്മൾ ഇപ്പം പല കാര്യങ്ങളും മക്കൾ പറയുന്നത് കേൾക്കേണ്ടിയിരിക്കും. പേടിച്ചിട്ടല്ല, അവരെ ചിന്തയാണ് കറക്റ്റ്. അവർ അത്രത്തോളം അഡ്വാൻസ്ഡ് ആണ്. നമ്മൾ കുറച്ച് പഴഞ്ചനാണ്, പഴയ ആളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സബ്ജക്റ്റ് പിള്ളേർക്ക് ഇഷ്ടപ്പെടുന്നതല്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ചില സിനിമകളെ നമുക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. അപ്പം ഈ പറഞ്ഞ മാതിരി കൃഷാന്തിന് എല്ലാവർക്കും ഇഷ്ടമാണ്. ഇപ്പൊ കൃഷാന്തിന്റെ ഒരു പടം, ഈ ചിത്രം നിർമ്മിക്കുന്നത് മണിയൻപിള്ള രാജു തന്നെയാണ്. അപ്പോ ഇതൊക്കെ നല്ല വാർത്തകളാണ്. കാരണം ലാലേട്ടൻ യുവനിര സംവിധായകരുമായി കൈകോർക്കുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു വാർത്ത തന്നെയാണ്. അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് നമ്മുടെ തുടരും എന്ന ചിത്രം. കാരണം തരുൺമൂർത്തി എന്ന യുവ സംവിധായകനുമായി ലാലേട്ടൻ കൈകോർത്തപ്പോ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റാണ് അടിച്ചിരിക്കുന്നത്. എക്കാലത്തെയും എല്ലാ റെക്കോർഡുകളും തിരുത്തിക്കുറിച്ചുകൊണ്ടാണ് തുടരുമെന്ന ചിത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കൃഷാന്ത് എന്ന് പറയുന്നത് ഒരു യുവ സംവിധായകനാണ്. അദ്ദേഹത്തിന്റെ ഇതുവരെ റിലീസ് ചെയ്തിട്ടുള്ള ചിത്രങ്ങൾ എന്ന് പറയുന്നത് ചതുരം, ആവാസവ്യൂഹം, പുരുഷപ്രേതം, സംഘർഷഘടന എന്നീ ചിത്രങ്ങളൊക്കെ അദ്ദേഹത്തിന്റെ സൃഷ്ടികളാണ്. ഒരുപക്ഷെ ഈ അപ്ഡേറ്റ് ഒരു ബിഗ് അപ്ഡേറ്റ് തന്നെയാണ് പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം. അടുത്തായി നമ്മൾ നോക്കാൻ പോകുന്നത് കരിയറിലെ വ്യത്യസ്തമായ ജോണറുകളിലൂടെ ചിത്രങ്ങൾ നിർമ്മിച്ചിട്ടുള്ള സംവിധായകനായിട്ടുള്ള ജയരാജിന്റെ ചിത്രത്തെ കുറിച്ചാണ്. അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായിട്ടുള്ള ജോണറുകളിൽ വന്നിട്ടുള്ള ചിത്രങ്ങളാണ് ദേശാടനം, അതുപോലെ തന്നെ ജോണി വാക്ക്, ഫോർ ദി പീപ്പിൾ, അതുപോലെ തന്നെ സുരേഷ് ഗോപി നായകനായിട്ട് എത്തിയിട്ടുള്ള ഹൈവേ. ഈ ചിത്രങ്ങളുടെയൊക്കെ സംവിധായകൻ ജയരാജാണ് എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അത്ഭുതമാണ് വരുന്നത്. കാരണം ഇതൊക്കെ വ്യത്യസ്തമായിട്ടുള്ള കഥാപശ്ചാത്തലങ്ങളും അതുപോലെ തന്നെ വ്യത്യസ്ത രീതിയിലുള്ള ചിത്രങ്ങളുമാണ്. എന്നിരുന്നാലും ഇതുവരെയും ലാലേട്ടനും ജയരാജും തമ്മിലുള്ള ഒരു ചിത്രം എത്തിയിട്ടില്ല എന്നുള്ളത് വിഷമകരമായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷം തരുന്ന ഒരു അപ്ഡേറ്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. 360 റേഡിയോയ്ക്ക് ജയരാജ് കൊടുത്തിട്ടുള്ള ഒരു അഭിമുഖത്തിൽ അദ്ദേഹം പറയുന്നത് അടുത്ത വർഷത്തോടു കൂടി ജയരാജിന്റെ സംവിധാനത്തിൽ ലാലേട്ടൻ നായകനായിട്ട് എത്തുന്ന ഒരു ചിത്രം ഉണ്ടാകും എന്നുള്ള സാധ്യതകൾ അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. എന്തായിരുന്നാലും നല്ലൊരു അപ്ഡേറ്റ്സ് തന്നെയാണ് വന്നിരിക്കുന്നത്. കാരണം ജയരാജിന്റെ സംവിധാനത്തിൽ എത്തിയിട്ടുള്ള ഓരോ ചിത്രങ്ങളും നമ്മൾ എടുത്തു കഴിഞ്ഞിരുന്നാലും പ്രേക്ഷകർ നെഞ്ചിലേറ്റിയിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ് അദ്ദേഹത്തിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയിട്ടുള്ളത്. അടുത്തായി വരുന്ന അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് അന്യഭാഷയിൽ ഒരുങ്ങാൻ സാധ്യതയുള്ള ലാലേട്ടന്റെ ഒരു ചിത്രത്തെ കുറിച്ചാണ്. അപ്പോ നമുക്കറിയാം ലാലേട്ടന്റെ അന്യഭാഷ ചിത്രങ്ങളിൽ വിജയ് നായകനായിട്ടെത്തിയ ജില്ല, അതുപോലെ തന്നെ രജനീകാന്ത് നായകനായിട്ടെത്തിയ ജയിലർ. അപ്പോ അന്യഭാഷയിലെ ലാലേട്ടന്റെ അഭിനയ മികവ് നമ്മൾ ഈ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. ഇപ്പൊ വരുന്ന അപ്ഡേറ്റ്സുകൾ പ്രകാരം ലാലേട്ടൻ തമിഴ് സൂപ്പർ സ്റ്റാർ ശിവകാർത്തികേയന്റെ ചിത്രത്തിൽ എത്തുന്നു എന്നുള്ള വിവരങ്ങളാണ്. ആ ചിത്രത്തിൽ ശിവകാർത്തികേയന്റെ അച്ഛന്റെ റോളായിട്ടാണ് ലാലേട്ടൻ എത്തുന്നത് എന്നുള്ള അപ്ഡേറ്റ്സുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അച്ഛൻ മകൻ വൈകാരിക ബന്ധത്തിന്റെ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ചിത്രത്തിൽ ലാലേട്ടൻ അതിശക്തമായിട്ടുള്ള ഒരു കഥാപാത്രമായാണ് സിനിമയിൽ എത്തുന്നത് എന്നുള്ള വിവരങ്ങൾ വരുന്നുണ്ട്. എന്തായിരുന്നാലും മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം ബാക്ക് ടു ബാക്ക് ലാലേട്ടൻ ചിത്രങ്ങളുടെ കാലഘട്ടമാണ് വരാൻ പോകുന്നത്. ഹൃദയപൂർവ്വം അതുപോലെ ഓരോ സിനിമകളുടെ അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോ എന്തായിരുന്നാലും ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷമുള്ള വാർത്തകൾ തന്നെയാണ് വരുന്നത്.
ഓക്കെ, അപ്പോ കൂടുതൽ സിനിമാ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.